ഹായ് ഓൾ, നമസ്കാരം. ഏവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും 10th പ്രിലിമിനറി എക്സാം എഴുതി, നല്ല വൃത്തി എഴുതി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ പ്രിലിമിനറി പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എന്താ? എല്ലാം കണക്റ്റിംഗ് ഫാക്റ്റ് ആയിരുന്നു. മൊത്തം വലുതായിട്ട് വലച്ചിട്ടില്ല. അങ്ങനെയാണ് പ്രാഥമിക പരീക്ഷകളെല്ലാം. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പൊ നിങ്ങൾ എഴുതിയത് പ്രിലിമിനറി എക്സാം ആണ്. ഇനി എഴുതാൻ പോകുന്ന മെയിൻ എക്സാമിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ PSCയുടെ രണ്ടാമത്തെ ചുവടുമാറ്റം നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഇപ്പൊ പ്രിലിംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഏകദേശം എല്ലാവർക്കും എഴുതാൻ പറ്റുമായിരുന്നു. സിലബസ് നീതിപൂർവം, അതായത് സിലബസിൽ പറഞ്ഞത് നീതിപൂർവം തന്നെ അവർ ചോദിച്ചു എന്നുള്ളത് പരമാർത്ഥമാണ്. നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന 10th മെയിൻസ് എക്സാം, സെയിൽസ്മാൻ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം, ഇത് എങ്ങനെ പഠിച്ചു തുടങ്ങണം നമുക്ക് നോക്കാം. എങ്ങനെ, എവിടുന്ന് തുടങ്ങണം എന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യനിലൂടെ ഇവിടെ നോക്കിയേ. ഇപ്പം അടുത്ത കാലത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വിട്രിയസ് ദ്രവം മനുഷ്യരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? വളരെ ലളിതമായിട്ടുള്ള ഒരു LGS ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ മെയിൻസിൽ വന്നിരിക്കുന്ന, ഈ അടുത്ത കാലത്ത് ഒരു മെയിൻസ് വന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇതിനെ അങ്ങ് പവർഫുൾ ആക്കാനും PSCക്ക് സാധിക്കും. അതായത് PSC വിചാരിച്ചാൽ അതിനെ അങ്ങ് അറ്റത്ത് ഇത് തന്നെ NCERT ലെവലിലേക്ക് പോയാൽ ഇതിന്റെയൊക്കെ പേരുകൾ തന്നെ അടിമുടി മാറും. ജസ്റ്റ് നോക്കിയിരുന്ന ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന കണ്ണ്, ജ്ഞാനേന്ദ്രിയം, മനുഷ്യരീരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവില് ജ്ഞാനേന്ദ്രിയം എന്ന ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്, അല്ലെ? വിട്രിയസ് ദ്രവം മനുഷ്യരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? നിസ്സംശയം നമുക്ക് പറയാം, കണ്ണാണ്. എല്ലാവർക്കും അറിയാം. അതായത് 10ാം ക്ലാസ് പഠിച്ച ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് മറന്നു പോകില്ല. ആദ്യത്തെ ചാപ്റ്റർ അങ്ങനെ മറക്കില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം ഓപ്ഷൻസ് ഒന്നും വായിക്കണ്ട. ശ്വാസകോശം അല്ല, ശ്വാസകോശമല്ല, കണ്ണ്, ചെവി, വൃക്ക. ഉത്തരം കണ്ണാണ്. കണ്ണിനെ കുറിച്ച് ഈ വരാൻ പോകുന്ന മെയിൻസ് എക്സാമിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം നോക്കിയാലോ? നോക്കിയേ, ഇതിന്റെ ആൻസർ എന്താണ്? കണ്ണാണ്, അല്ലെ? കണ്ണിൽ 2 അറയുണ്ട്. കണ്ണിന് 2 അറയുണ്ട്. നോക്ക്, നമ്മുടെ കണ്ണിന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ബാക്കിൽ കാണാൻ പറ്റുന്നില്ല. നോക്കിയേ, കണ്ടോ? കണ്ണിന്റെ ക്രോസ് സെക്ഷൻ, കണ്ണിന് നെടുകെ മുറിച്ചിരിക്കുന്നതിന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്, ഇല്ലേ? കണ്ണിന് 2 അറയുണ്ട് മക്കളെ, 2 അറ. കണ്ണിന് 2 അറയുണ്ട്. അതായത് ഈ കാണുന്നത് ലെൻസാണ്. ഒരു സെക്കൻഡ് നോക്കിയേ, ഈ കാണുന്നത് ലെൻസാണ്. ഇത് കണ്ണിരിക്കുന്ന കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്, കണ്ണിൽ ലെൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. പോയിന്റ് മറക്കരുത്. ലെൻസിന്റെ ബാക്കില് ഒരറയുണ്ട്, ലെൻസിന്റെ മുന്നിൽ ഒരറയുണ്ട്. ഓക്കെ, ലെൻസിനും റെറ്റിനയ്ക്കും ഇടയില്, കിട്ടിയോ? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ ഒരു വലിയ അറ, ദാറ്റ് ഈസ് വിട്രിയസ് അറ. ഏതാണ്? വിട്രിയസ് അറ. ഏതാണ്? വിട്രിയസ് അറ. ലെൻസിനും കോർണിയയ്ക്കും ഇടയിൽ ഒരു കുഞ്ഞറ, അക്വസ് അറ. അപ്പൊ കണ്ണിന് 2 അറയുണ്ട്. ഏതൊക്കെയാ? വിട്രിയസ് അറയും അക്വസ് അറയും. നമുക്ക് ഓരോ അസുഖത്തിലേക്ക് പോവാം. ജസ്റ്റ് നോക്കിയേ, കണ്ണിനെ കുറിച്ച് നമുക്ക് നോക്കാം. കണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താ? ഓഫ്താൽമോളജി. വ്യക്തമായ കാഴ്ചക്കുള്ള അകലം, വ്യക്തമായ കാഴ്ചക്കുള്ള അകലം എത്രയാ? 25 സെന്റിമീറ്റർ. വ്യക്തമായ കാഴ്ചക്കുള്ള അകലം എത്രയാ? 25 സെന്റിമീറ്റർ. വ്യക്തമായ ആവറേജ് ലെങ്ത് ഫോർ ക്ലിയർ വിഷൻ, അതായത് കണ്ണും ബുക്കും തമ്മിലുള്ള ശരാശരി അകലം, കുറഞ്ഞ അകലം എത്രയായിരിക്കണം? കുറഞ്ഞ അകലം എത്രയായിരിക്കണം? 25 സെന്റിമീറ്റർ ആയിരിക്കണം. ഇതിന്റെ ഫിസിക്സില് ഒരു പേരുണ്ട്, നികട ബിന്ദു. ഏതാണ്? നികട ബിന്ദു. ഏതാണ്? നികട ബിന്ദു. എത്രയാണ് കണ്ണ് നികട ബിന്ദു? 25 സെന്റിമീറ്റർ. കണ്ണുകളെ കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി. വ്യക്തമായ കാഴ്ചക്കുള്ള അകലം 25 സെന്റിമീറ്റർ. വ്യക്തമായ കാഴ്ചക്കുള്ള അകലം 25 സെന്റിമീറ്റർ. ഓക്കെ, ദൂരെയുള്ള വസ്തുവിനെയും നമുക്ക് കാണാം, അടുത്തുള്ള വസ്തുവിനെയും കാണാം. അതൊരു കഴിവല്ലേ? നമുക്ക് ക്യാമറയുടെ കേസൊക്കെ അറിയാം, അത് സൂം ചെയ്യണം, അല്ലേ? ദൂരെയുള്ളതും അടുത്തുള്ളതും ഒക്കെ സൂം ചെയ്യണം. നമ്മുടെ കണ്ണിന് ആ ഒരു കഴിവുണ്ട്. ഏതാ? ദൂരെയുള്ളതിനെയും അടുത്തുള്ളതിനെയും കാണാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ. സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ. ഓക്കെ, ബസ് സ്റ്റാൻഡുകളിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ മാസികകള് അല്ലെങ്കിൽ നോട്ടീസുകൾ കൊടുത്തരും. അതിൽ എന്തെങ്കിലും ഒരു രൂപങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണും. അതിൽ നോക്കിയിരിക്കുക, കുറച്ചുപേര് നോക്കിയിരുന്നിട്ട് ഭിത്തിയിലേക്ക് നോക്കിയാൽ ആ രൂപം അവിടെ പ്രത്യക്ഷപ്പെടും എന്ന് പറയുന്ന ആൾക്കാരുടെ നാടാണ്, അല്ലെ? അത് മഹാ അത്ഭുതമൊന്നുമല്ല. കാണുന്ന കാഴ്ച കണ്ണില്
ഇത്ര സെക്കൻഡ് കുടുങ്ങി കിടക്കും. അത് സ്വാഭാവികമാണ്. കാണുന്ന ഒരു കാഴ്ച, ആ വിഷ്വൽ എഫക്റ്റ് കണ്ണിൽ എത്ര സെക്കൻഡ് കിടക്കും? 16 സെക്കൻഡ്. ഏതാണ് 1/16? 16 സെക്കൻഡ് കിടക്കും. അപ്പൊ കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. വീക്ഷണ സ്ഥിരത എത്രയാ? 16 സെക്കൻഡ്. അപ്പൊ കണ്ണുകളെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. വ്യക്തമായ കാഴ്ചക്കുള്ള അകലം 25 സെന്റിമീറ്റർ. അതായത് കുറഞ്ഞ അകലമാണ്, കൂടിയ അകലം ഇൻഫിനിറ്റി ആണ്. കുറഞ്ഞ അകലം 25 സെന്റിമീറ്റർ. ദൂരെയുള്ള വസ്തുവിനെ അടുത്തുള്ള വസ്തുവിനെ കാണാനുള്ള കണ്ണിന്റെ കഴിവ് സമഞ്ജനക്ഷമത. സമഞ്ജനക്ഷമത. അപ്പൊ വീക്ഷണ സ്ഥിരത എത്ര മക്കളെ? വീക്ഷണ സ്ഥിരത 16 സെക്കൻഡ്. മക്കളെ നോട്ട്. ശ്രവണ സ്ഥിരത എത്ര? ശ്രവണ സ്ഥിരത 10 സെക്കൻഡ്. ശ്രവണ സ്ഥിരത എത്രയാണ് മക്കളെ? 10 സെക്കൻഡ്. കിട്ടിയോ? എന്തിനാണ് നിങ്ങൾ കണ്ണ്? നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? അപ്പൊ നമ്മൾ പറയും ക്ലാസ്സിലിരുന്ന്. അല്ല, ക്ലാസ്സിലല്ലോ. കണ്ട്, കേട്ട്, തൊട്ട്, രുചിച്ച്, മണത്ത്, സ്പർശിച്ച്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട് അല്ലേ? ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ സെറിബ്രത്തിലെത്തി കാര്യങ്ങൾ മനസ്സിലാക്കി. അതായത് നമ്മൾ എല്ലാരും കഴിവുള്ള ആൾക്കാരാണ്. ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഓരോ മേഖലകളിൽ. ആണോ അല്ലേ? ആണ് അല്ലേ? നോക്കിയേ, സസ്യങ്ങൾക്ക് പ്രകാശ തിരിച്ചുള്ള കഴിവുണ്ടോ? അതോ നമുക്ക് മാത്രമേ ഉള്ളോ? നമുക്ക് മാത്രമേ ജീവനുള്ളോ? അല്ല, നമുക്ക് ജീവനുണ്ട്, അതറിയാം. സസ്യങ്ങൾക്കും ജീവനുണ്ട്. സസ്യങ്ങൾക്കും പ്രകാശത്തെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. നിങ്ങളെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ചവിട്ടി ഒടിച്ചിടുന്ന ചെടിയും എങ്ങോട്ട് വളരും? ചവിട്ടി ഒടിച്ചിട്ടാലും ചെടി വളരുന്ന എങ്ങോട്ടായിരിക്കും? അത് പ്രകാശം വരുന്ന ഭാഗത്തേക്ക് എണീറ്റ് നിൽക്കും അടുത്ത ദിവസം അല്ലേ? അപ്പൊ അവർക്ക് പ്രകാശത്തിന് കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ല. മുൻ LDC ക്വസ്റ്റ്യൻ ഒരിക്കൽ മാത്രം ചോദിച്ചിട്ടുള്ള ഒരു പവർഫുൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. 10th SCERT പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ഏതാണ്? സസ്യങ്ങളിലെ പ്രകാശഗ്രാഹിയുടെ പേരെന്ത്? ഫൈറ്റോക്രോം. ഓർത്തിരിക്കുക, നമ്മളോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ സസ്യങ്ങൾക്ക് എന്തുണ്ട്? ഫൈറ്റോക്രോം ഉണ്ട്. സസ്യങ്ങളിലെ പ്രകാശഗ്രാഹിയുടെ പേരെന്താ? ഫൈറ്റോക്രോം. ഏതാണ്? ഫൈറ്റോക്രോം. ഓക്കെ. ചിത്രശലഭത്തെ പിടിക്കാൻ പോയ ആൾക്കാരാണ് ഞാനും നീയും നിങ്ങളും എല്ലാം അല്ലേ? ചിത്രശലഭം പിടിതരുവോ? ആരുടെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത്? അപ്പൊ പിടിക്കാൻ പോകുമ്പോ ചിത്രശലഭം പറന്നു പോകും. അതെങ്ങനെ മനസ്സിലാക്കി? അതിന്റെ പിറകിൽ ഒരു ശത്രു ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കി? അതിന്റെ ചിറകുണ്ടല്ലോ, ചിത്രശലഭത്തിന്റെ ചിറകിൽ മൊത്തം പ്രകാശഗ്രാഹികളായ കോശമുണ്ട്. ഞാൻ പിടിക്കാൻ പോയി, എനിക്ക് പിടി തന്നില്ല, ഞാൻ അടിച്ചവിടെ കൊന്നിട്ട്. കാര്യം പിന്നീടാ മനസ്സിലാക്കിയത്. അത് എങ്ങനെ മനസ്സിലാക്കുന്നത്? അതിന് എന്തുകൊണ്ട് അത് പിടിക്കാൻ പറ്റുന്നില്ല? അതിന്റെ ചിറക് നിറയും പ്രകാശഗ്രാഹി കോശമാണ് ഒമാറ്റീഡിയ. ഏതാണ്? ഒമാറ്റീഡിയ. ഷഡ്പദങ്ങളിലെ പ്രകാശഗ്രാഹിയുടെ പേര് വണ്ടിന് ചിത്രശലഭം. വണ്ടും ചിത്രശലഭം ഒക്കെ എന്തുവാ? ഷഡ്പദമാ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജീവിവർഗ ഷഡ്പദമാണ്. അപ്പൊ ഷഡ്പദങ്ങളിലെ പ്രകാശഗ്രാഹിയുടെ പേരാണ് ഒമാറ്റീഡിയ. ഒമാറ്റീഡിയ. സസ്യങ്ങളുടെ ഏതാ മക്കളെ? സസ്യങ്ങളുടെ ഏതാ? സസ്യങ്ങളുടെ ഫൈറ്റോക്രോം. നമ്മുടെ ഏതാ? കണ്ണ്. നമ്മുടെ ഏതാ? കണ്ണ്. സെറ്റാണ്. ബേസ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഒരു ബ്ലൂ ഗ്രീൻ ആൽഗെ ഉണ്ട്. ബ്ലൂ ഗ്രീൻ ആൽഗെ നിങ്ങൾ +2 ക്ലാസ്സുകളിലേക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ബ്ലൂ ഗ്രീൻ ആൽഗെ, എ മോട്ടൈൽ ഗ്രീൻ ആൽഗെ. ഏതാണ്ട് ഈ ഒരു ഷേപ്പില്, ഒരു ഓവൽ ഷേപ്പില് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആൽഗയാണ് ക്ലാമിഡോമോണസ്. ഏതാണ്? ക്ലാമിഡോമോണസ് ഈസ് എ മോട്ടൈൽ ഗ്രീൻ ആൽഗെ. അപ്പൊ ക്ലാമിഡോമോണസ് എന്ന് പറയുന്ന ഈ ജീവിയുടെ പ്രകാശഗ്രാഹി കോശം ഇരിക്കുന്നതേ ഐസ്പോട്ട്. കള്ളക്കണ്ണ. ഐസ്പോട്ട്. ഏതാണ്? ഐസ്പോട്ട്. ഇതെല്ലാം 10th പുസ്തകത്തിലുള്ള കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 10th പുസ്തകത്തെ ഭേദിച്ചുകൊണ്ടായിരിക്കും മെയിൻസ് എക്സാമിലെ 1-2 ക്വസ്റ്റ്യൻസ് വരുന്നത്. കാര്യം പുസ്തകം അപ്ഡേഷന്റെ ഭാഗമായിട്ട് ചില +2 കണ്ടന്റുകളൊക്കെ ഇപ്പൊ നമ്മുടെ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിലൊക്കെ വന്നു എന്നുള്ളത് എന്റെ മക്കൾക്ക് നല്ല വൃത്തി അറിയാം. കാര്യം ഈ കഴിഞ്ഞ LGS എക്സാമിലാണ് ഒരു പവർഫുൾ ക്വസ്റ്റ്യൻ ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ചോദിച്ചായിരുന്നു. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അപ്പൊ അത് 9ാം ക്ലാസ്സിലെ പുസ്തകത്തിലുണ്ട്. നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല, ചലഞ്ച് അടിക്കാൻ പറ്റില്ല, ഡിലീഷൻ നടക്കില്ല. കാര്യം എന്താ? പുസ്തകത്തിലുണ്ടെങ്കിൽ പിന്നെ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെന്താ? നമുക്ക് അത് നോക്കാം. ഇനി കണ്ണ്. എവിടെ കണ്ണിരിക്കുന്നത്? കണ്ണിരിക്കുന്നത് സാർ മോന്തയ്ക്കാണ് അല്ലെ? കണ്ണിരിക്കുന്നത് മോന്തയ്ക്കാണ്. കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ നേത്രകോടരത്തിനുള്ളിൽ. ബൾബ് ഇരിക്കുന്ന എവിടാ? ബൾബിന്റെ സോക്കറ്റിലാണെങ്കിൽ ഐ ഇരിക്കുന്ന എവിടാ? ഐ സോക്കറ്റ്. ഐ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഐ സോക്കറ്റ്. തലയോട്ടിയിലെ നേത്ര കോടരത്തിനുള്ളിലാണ് ഐ ഇരിക്കുന്നത്. ഓക്കെ. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് നിറയും അല്ലെ? കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കും. ഓക്കെ. കണ്ണുനീർ ഗ്രന്ഥിയുടെ പേരാണ് ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീർ ഗ്രന്ഥിയുടെ പേരാണ്
ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുഗ്രന്ഥി ഏതാ? ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീരിലെ എൻസൈം അറിയാത്ത ആരുമില്ല, ലൈസോസൈം. കണ്ണിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ആ രോഗാണു പ്രവേശിക്കുന്ന ഭാഗങ്ങളിലെല്ലാം നമുക്ക് സെക്രീഷനുകൾ ഉണ്ട്. വായിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കും, കണ്ണിലൂടെ പ്രവേശിക്കും, ജനൈറ്റൽ ഭാഗങ്ങളിലൂടെ പ്രവേശിക്കും. ഈ ഭാഗങ്ങളിലെല്ലാം രോഗാണുക്കളെ നശിപ്പിക്കാൻ നമുക്ക് പ്രത്യേക സെക്രീഷനുകൾ ഉണ്ട്, അല്ലെ പ്രത്യേക പ്രോട്ടീനുകൾ ഉണ്ട്. ഇല്ലേ മക്കളെ? ഉണ്ടോ? ഹോർമോൺസോ എൻസൈമോ ഇതെല്ലാം പ്രോട്ടീൻസ് ആണ്, ഇതെല്ലാം പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, കണ്ണുനീരിലെ എൻസൈം ആണ് ലൈസോസൈം. കണ്ണുനീരിലെ എൻസൈം ലൈസോസൈം. കണ്ണുനീരിലെ എൻസൈം ആണ് ലൈസോസൈം. അണുനാശക ശക്തിയുള്ള എൻസൈം ആണ് ലൈസോസൈം. കിട്ടിയോ മക്കളെ? കണ്ണുകളെ കുറിച്ചുള്ള പഠനം കിട്ടി. ബേസ് ആണ് പറഞ്ഞത്. നോക്കിയേ കണ്ണിന് പ്രധാനമായിട്ടും എത്ര പാളികളുണ്ട്? 3 പാളി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പ്രിലിംസ് പോലെ ആയിരിക്കില്ല മെയിൻസ്. നമ്മൾ കരുതിയിരിക്കണം. തന്നിരിക്കുന്ന അതായത് സിലബസ് പേടിക്കണ്ട, 6 മാർക്ക് ഉണ്ട് അല്ലെ? 6 മാർക്ക്. സെയിൽസ് അസിസ്റ്റന്റ് ആയാലും അതുപോലെ തന്നെ 10th മെയിൻസ് ആയാലും 6 മാർക്ക് ഉണ്ട്. നീതിപൂർവ്വം ചോദിക്കും, നമ്മൾ അത് ക്രാക്ക് ചെയ്യും. ഈസിയാണ്, അതിന് ഒരു തർക്കവും ഇല്ല. മനുഷ്യരീരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവ് 1 മാർക്ക് അവിടെ വരും, ഇല്ലേ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കിന് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും മനുഷ്യരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവിൽ 1 മാർക്ക് വരും. വൈറ്റമിൻ ധാതുക്കൾ, എനിക്ക് തോന്നുന്നു മക്കളുമാരെ വൈറ്റമിൻ എല്ലാവർക്കും അറിയാം, കുറെയൊക്കെ അറിയാം. വൈറ്റമിനും അങ്ങ് പവർഫുൾ ആയി കഴിഞ്ഞാൽ ക്വസ്റ്റിന്റെ രീതി മാറും. എന്താ? കൊർസക്കോവ് സിൻഡ്രോം, വെർണിക് എൻസഫലോപ്പതി ചോദിച്ച PSC ക്വസ്റ്റ്യൻ ഉണ്ട്, കൊർസക്കോവ് സിൻഡ്രോം. അപ്പൊ കൊർസക്കോവ് സിൻഡ്രോം നമ്മുടെ മനസ്സിൽ എന്താണ്? നിശാന്തതയും സ്കർവിയും പഠിച്ചുകൊണ്ട് പോയ ഉദ്യോഗാർത്ഥിയുടെ മുമ്പിലാണ് കൊർസക്കോവ് സിൻഡ്രോം ചോദിച്ചത്. സ്ഥൂലധാതു ചോദിച്ച ചരിത്രമുണ്ട്. 2024 നവംബറിൽ സ്ഥൂലധാതു ചോദിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ലിസ്റ്റാ ചോദിച്ചത്, ആലപ്പുഴ ജില്ലയില്. ഓക്കെ, നമുക്ക് അതും നിങ്ങൾ ആലോചിക്കുക, പ്രിലിമിനറി പരീക്ഷയില്. അപ്പൊ മെയിൻസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നിലവാരം പ്രതീക്ഷിക്കണം. അപ്പൊ കണ്ണിന് പ്രധാനമായിട്ട് എത്ര പാളിയുണ്ട്? 3 പാളി. മക്കളിപ്പം എല്ലാവരുടെ മനസ്സിൽ ഇപ്പൊ പറയുന്നുണ്ട് ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഇത്രയും സിമ്പിൾ ആണ് അല്ലെ? എല്ലാവർക്കും ആഴത്തിൽ കിട്ടിയ ഒരു അറിവാ. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ, അവിടെ ചെറിയൊരു പ്രശ്നം വരും. നോക്കിയേ, സംഭവം അത് തന്നെയാണ്. നമ്മുടെ SCRT പുസ്തകം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം കറക്റ്റാണ്. പക്ഷെ പരീക്ഷ ഹാളിലോട്ട് വരുമ്പോ ഇതിന്റെ മറ്റൊരു പേര് അവിടെ വരും. ഞാൻ കാണിച്ചു തരാം. ദൃഢപടലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്ലീറയാണ്. അത് ഇംഗ്ലീഷ് വാക്കല്ലേ. ഇതിന് മറ്റൊരു പേരുണ്ട്, സയന്റിഫിക് സൈഡ് ഉണ്ട്. നമുക്ക് നോക്കാം. ദൃഢപടലം അഥവാ സ്ക്ലീറ എന്നത് അതിന് ഇംഗ്ലീഷ് പേരാണ്. ഇംഗ്ലീഷ് പേര്. രക്തപടലം കൊറോയിഡ്, അതായത് ഇംഗ്ലീഷ് ആണ്. ഓക്കെ. ദൃഷ്ടിപടലം റെറ്റിന. ഓക്കെ, ഈ സെയിം സാധനത്തെ ഞാൻ ഏറി കയറ്റാൻ പോകും. നോക്കിക്കോണം. 3 പാളി എന്നുള്ളത് ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. മക്കളെ ഫോട്ടോയിലേക്ക് നോക്ക്, ചിത്രത്തിലേക്ക് നോക്ക്, കാണാമല്ലോ. ഇത് ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ചെയ്തെടുത്ത ഒരു ഫോട്ടോ അല്ല. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും, എല്ലായിടവും കാണാൻ പറ്റും. മത്സര പരീക്ഷയുടെ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ പേരുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, നോക്ക്. ഈ പറയുന്ന കണ്ണിന്റെ 3 പാളികളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതാ? ട്യൂണിക് ഫൈബ്രോസ. ഏതാണ്? ഇവിടെ ഫൈബ്രസ് ട്യൂണിക് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ട്യൂണിക് ഫൈബ്രോസ. ഏതാണ്? ട്യൂണിക് ഫൈബ്രോസ. ട്യൂണിക് ഫൈബ്രോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢപടലവും കോർണിയും ഉൾപ്പെടുന്നതാണ്. ദൃഢപടലവും കോർണിയും ഉൾപ്പെടുന്നതാണ് ട്യൂണിക് ഫൈബ്രോസ. മക്കളെ, കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ദൃഢപടലം. നമ്മൾ പഠിച്ചു ദൃഢപടലം. മക്കളെ, ആ ദൃഢപടലമാണ് ദാണ്ട് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ദൃഢപടലം? ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കിയേ. നോക്ക് മക്കളെ, ഞാൻ ഈ വരയ്ക്കുന്നുണ്ടോ? ഈ കാണുന്നതാണ് ദൃഢപടലം. കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളി കണ്ടോ? ഇവിടെ വെച്ച് അത് അവസാനിച്ച് പിന്നെ കണ്ടോ ഈ കാണുന്നുണ്ടോ? ഇതാണ് കോർണിയ. ഏതാണ്? കോർണിയ. ഏതാണ് മക്കളെ? കോർണിയ. ഈ ദൃഢപടലവും കോർണിയയും കൂടി ഉൾപ്പെടുന്നതാണ് ഏത്? ട്യൂണിക് ഫൈബ്രോസ. ഏതാണ്? അല്ലെ ഫൈബ്രസ് ട്യൂണിക് എന്ന് പറഞ്ഞാലും മതി. ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്ന ട്യൂണിക് ഫൈബ്രോസ. കണ്ട് എത്ര പാളിയുണ്ട്? 3 പാളി. ട്യൂണിക് ഫൈബ്രോസ, ട്യൂണിക് വാസ്കുലോസ, ട്യൂണിക് ഏതുണ്ട്? അപ്പൊ ട്യൂണിക് ഫൈബ്രോസ ഉണ്ട്, ട്യൂണിക് വാസ്കുലോസ ഉണ്ട്, ട്യൂണിക് നെർവോസ. ഇവിടെ റെറ്റിന എന്ന് കാണിച്ചേക്കുക. കോമൺ ആയിട്ട് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ കയറിയ വാക്കാണ് റെറ്റിന. അപ്പൊ ട്യൂണിക് ഫൈബ്രോസ, ട്യൂണിക് വാസ്കുലോസ, ട്യൂണിക് നെർവോസ. സിമ്പിൾ അല്ലേ? 5 അടി കുഴിച്ചവന് 1 അടി കുഴിക്കാൻ തോന്നിയില്ലല്ലോ എന്നൊരു തോന്നല് പരീക്ഷ ഹാളിൽ ഇരുന്ന് തോന്നാതിരിക്കാനാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. നോക്കിയേ, കണ്ണിന് എത്ര പാളിയുണ്ട്? നിങ്ങൾ പറഞ്ഞ ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ശരി, അതിന്റെ സയന്റിഫിക് സൈഡ് പറ. ഏതാ? ട്യൂണിക് ഫൈബ്രോസ,
ട്യൂണിക് വാസ്കുലോസ, ട്യൂണിക് നെർവോസ. ട്യൂണിക് ഫൈബ്രോസ, ട്യൂണിക് വാസ്കുലോസ, ട്യൂണിക് നെർവോസ. നോക്കിയേ, ദൃഢപടലവും കോർണിയും ഉൾപ്പെടുന്നതാണ്. ദൃഢപടലവും കോർണിയും ഉൾപ്പെടുന്നതാണ് ഏതാ? ട്യൂണിക് ഫൈബ്രോസ. ട്യൂണിക് ഫൈബ്രോസ. അപ്പൊ ദൃഢപടലവും കോർണിയും ഉൾപ്പെടുന്നതാണ് ഏതാ മക്കളെ? ട്യൂണിക് ഫൈബ്രോസ. ദൃഢപടലത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്തുവാ? എന്താ മക്കളെ? സ്ക്ലീറ. ഏതാണ്? സ്ക്ലീറ. കണ്ണിന്റെ മുന്നിലെ ഗ്ലാസ് പോലെ സുതാര്യമായ ഭാഗമാണ് ഏതാ? കോർണിയ. ദൃഢപടലത്തിന് തുടർച്ചയായിട്ട് കണ്ണിന്റെ മുന്നിലെ ഗ്ലാസ് പോലെ സുതാര്യമായ ഭാഗം ഏതാ? കോർണിയ. കോർണിയ. കിട്ടിയോ? കിട്ടിയോ? കൊടുക്കുന്നോ കോർണിയ? കണ്ണ് കൊടുക്കുന്നോ? കണ്ണ് കൊടുക്കുന്നോ? അപ്പൊ കണ്ണ് കൊടുക്കുന്ന ശസ്ത്രക്രിയയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ വിളിക്കുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ വിളിക്കുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. കെരാറ്റോപ്ലാസ്റ്റി. കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നങ്ങേലി കുഞ്ഞിനെ ഭൂതം പിടിച്ചുകൊണ്ട് പോയപ്പോ കണ്ണെടുത്ത് ചൂഴ്ന്നു കൊടുത്ത കഥയല്ല. കണ്ണിന്റെ ഒരു പോർഷൻ മാത്രമേ അവിടെ എടുത്തിട്ടുള്ളൂ. ഏത് പോർഷൻ? കോർണിയ അല്ലേ? അപ്പൊ കണ്ണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് ചൂഴ്ന്നു കൊടുക്കുക എന്നുള്ളതല്ല, കണ്ണിന്റെ ഒരു പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൽ ഉള്ള തകരാറ് മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കുള്ള ക്ഷതങ്ങൾ പറ്റുക, ഉള്ളിലേക്കുള്ള നെർവുകൾ പൊട്ടുക, അതൊന്നും പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാര്യം അങ്ങനെയാണ് ഹ്യൂമൻ ബോഡിയുടെ സ്ട്രക്ചർ. ഇനി ഭാവിയിൽ അങ്ങനെ സംഭവിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം പ്രകാരം ഏറ്റവും കൂടുതൽ തകരാറ് സംഭവിക്കുക, ഏറ്റവും കൂടുതൽ അന്ധന്മാരുള്ള രാജ്യം ഇന്ത്യ രാജ്യം. ആ അന്ധതയ്ക്ക് കാരണം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പേർ കാഴ്ചയില്ലാത്ത ആൾക്കാരുണ്ട്. കാശ് ഉണ്ടായിട്ടും അവർക്ക് കണ്ണ് മാറ്റാൻ കഴിയുന്നില്ല. അപ്പൊ അവരുടെ പ്രശ്നം എവിടെ അല്ല? കോർണിയയിലല്ല. കോർണിയയിലെ പ്രശ്നം മാത്രമേ പരിഹരിക്കാൻ പറ്റൂ. കണ്ണ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ കെരാറ്റോപ്ലാസ്റ്റി. കെരാറ്റോപ്ലാസ്റ്റിയിൽ മാറ്റിവെക്കുന്ന കണ്ണിന്റെ ഭാഗം കോർണിയ. കോർണിയ. കിട്ടിയോ മക്കളെ? പോലീസിന്റെ ഒരു ദിവ്യാസ്ത്രമുണ്ട്. പോലീസിനടിക്കൽ സമരം നടക്കുന്ന സമയത്ത് പോലീസുകാര് ടിയർ ഗ്യാസ് ഉപയോഗിക്കും. നമ്മുടെ വീട്ടില് സമരം നടക്കുമ്പോൾ സ്ത്രീകൾ അടുപ്പിൽ ഊതുമല്ലോ. അടുപ്പിൽ ഊതുമ്പോ ചില ആൾക്കാർ കണ്ണൊക്കെ നീറി ഇങ്ങനെ പുറത്തേക്ക് വരും. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുമ്പോൾ ഇത് തന്നെ അവസ്ഥ. ഇതിന് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുടെ കണ്ണിലേക്ക് പുകയടിച്ചു കയറുമ്പോ കണ്ണ് നീറുന്നു. എന്താണ് സംഭവം? അന്തരീക്ഷ വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജനെ സ്വീകരിക്കാൻ കഴിവുള്ള ഒരേ ഒരു ശരീരഭാഗമാണ് കോർണിയ. ഏതാണ്? അന്തരീക്ഷ ബാക്കി എന്താ? മൂക്കിലൂടെ വലിച്ച് ലങ്സിൽ എത്തിച്ച് അത് ബ്ലഡിൽ ഡിസോൾവ് ചെയ്ത് അത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകും. മക്കളെ അവിടെയൊക്കെ നല്ല നല്ല പവർഫുൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, ശാസ്ത്രകോശത്തിലൊക്കെ കേട്ടോ. അപ്പൊ അതിന്റെ വോളിയോ ഒക്കെ ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇവിടെ നോക്കിയേ, അപ്പൊ അന്തരീക്ഷ വായുവിൽ നേരിട്ട് ഓക്സിജനെ സ്വീകരിക്കുന്ന ഭാഗമാണ് ഏതാ? കോർണിയ. ഏതാണ്? കോർണിയ. കിട്ടിയോ? കോർണിയ. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ കണ്ണ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി. കെരാറ്റോപ്ലാസ്റ്റിയിൽ മാറ്റിവെക്കുന്ന കണ്ട ഭാഗമാണ് കോർണിയ. ഏതാണ്? കോർണിയ. കോർണിയ ഡ്രൈ ആയി പോകുന്ന, കോർണിയ ഉണങ്ങുന്ന രോഗമാണ് ഏതാണ് മക്കളെ? സിറോഫ് താൽമിയ. സിറോഫ് താൽമിയ. സിറോഫ് താൽമിയ. സെറ്റ്. കണ്ണിന്റെ മധ്യപാളിയാണ്. ഇതിന് ആദ്യമായി സർജറി നടത്തിയ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്വേർഡ് കൊണാഡ്സിം ആണ്. 1905 ഈ പറയുന്ന എഡ്വേർഡ് കൊണാഡ്സിം എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് കെരാറ്റോപ്ലാസ്റ്റി ആദ്യമായി നടപ്പിലാക്കിയത്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ ട്യൂണിക് വാസ്കുലോസ, വാസ്കുലാർ ട്യൂണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തപടലം ഉൾപ്പെടുന്ന ഭാഗമാണ്. നോക്കിയേ, കണ്ണിന്റെ മധ്യപാളി നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ചുമന്ന കളറിൽ കണ്ടോ മക്കളെ? ചുമന്ന കളറിൽ കാണുന്ന ഭാഗം കണ്ടോ? ഇതാണ് രക്തപടലം. രക്തപടലം കണ്ടോ? ഇവിടെ വെച്ച് അത് കണ്ടോ? ഈ ലെൻസിന്റെ മുന്നിൽ ഒരു മറ പോലെ നിൽക്കുന്ന കണ്ടോ? നിങ്ങൾക്ക് ഈ ലേസർ ഭാഗം ചലിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് ഐറിസ്. ഏതാണ്? ഐറിസ്. ലെൻസിന്റെ മുന്നിൽ ഒരു മറ പോലെ കാണുന്ന ഭാഗം ഐറിസ്. ഏതാണ്? ഐറിസ്. ലെൻസിന്റെ മുന്നിൽ ഒരു മറ പോലെ കാണുന്ന ഭാഗമാണ് മക്കളെ ഐറിസ്. ഏതാണ്? ഐറിസ്. ഏതാണ്? ഐറിസ്. ആ സീലിയറി ബോഡി ഇതെല്ലാം ട്യൂണിക് വാസ്കുലോസയുടെ ഭാഗമാണ്. മധ്യപാളിയാണ് രക്തപടലം. രക്തപടലം ഉൾപ്പെടുന്ന ആ ഒരു ലെയറിന്റെ പേരാണ് ട്യൂണിക് വാസ്കുലോസ. ട്യൂണിക്ക വാസ്കുലോസ. ട്യൂണിക് വാസ്കുലോസ. ഓക്കെ, അതിനകത്ത് ട്യൂണിക്ക വാസ്കുലോസ, ഞാൻ ട്യൂണിക് വാസ്കുലോസ എന്ന് പറഞ്ഞാൽ നോക്കണ്ട, അങ്ങനെ പറയും. അത് പ്രൊനൗൺസിയേഷൻ ആർക്കും എങ്ങനെയും പറയാം. ഇങ്ങനെ പറയുന്നവരുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്. കണ്ടല്ലോ ഇത്. ഓക്കെ, അപ്പൊ നോക്കിയേ, കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം, അതിന് എന്തൊരു നിറമാ? ഇരുണ്ട നിറം. ഇരുണ്ട നിറം. കണ്ണിന് എന്തൊരു നിറ?
നോക്കിയേ, ഞാൻ ഒരു ചെറിയൊരു പടം വരയ്ക്കാം. നിങ്ങൾ നോക്കിയേ, നീ പടത്തിന്റെ ഒരു ഇത് വേണ്ട. നോക്ക്, ഞാൻ കണ്ണാണ് വരച്ചത്. കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ? നോക്കിയേ, കണ്ണിന്റെ പടമാണ് വരച്ചേക്കുന്നത്. ഈ കണ്ണിനകത്ത് ഈ കാണുന്ന എന്താ? സാർ അത് കൃഷ്ണമണിയല്ലേ? അല്ല, അതല്ല കൃഷ്ണമണി. ഈ കണ്ണിനകത്ത് ഈ ബ്ലാക്കിൽ കാണുന്നത് കൃഷ്ണമണി അല്ല. ആ ബ്ലാക്കിന്റെ നടുക്ക് ഒരു ചെറിയ സ്പോട്ട് ഉണ്ട്, ചെറിയൊരു മണിയുണ്ട്. അതാണ് കൃഷ്ണമണി, പീപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി. അപ്പൊ ഈ ബ്ലാക്കിൽ കാണപ്പെടുന്ന ഭാഗം ഏതാ? ഐറിസ്. ഏതാണ്? ഐറിസ്. ലെൻസിന്റെ മുന്നില് ഒരു മറ പോലെ നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ഏതാണ്? ഐറിസ്. ഏതാണ്? ഐറിസിനും രക്തപടലത്തിനും സിലറി ബോഡിക്കും ഒക്കെ ഇരുണ്ട നിറമാണ്. എന്തൊരു നിറമാണ്? ഇരുണ്ട നിറം. അതിന് കാരണമായ വർണ്ണവസ്തു ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? കണ്ണിനും ത്വക്കിനും നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ. ഏതാണ്? കണ്ണിനും ത്വക്കിനും നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ. ഏതാണ്? മെലാനിൻ. കിട്ടിയോ? അപ്പൊ കണ്ണ് എത്ര പാളിയുണ്ട്? ടോണിക് വാസ്കുലോസ, ടോണിക് ഫൈബ്രോസ, ടോണിക് നെർവോസ. അപ്പൊ ഒന്നാമത്തെ പാളി ഏറ്റവും പുറമെയുള്ള ടോണിക് ഫൈബ്രോസ. നമുക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദൃഢപടലവും കോർണിയും. ഇനി നോക്കിയേ, ടോണിക് വാസ്കുലോസ രക്തപടലവും ഐറിസും ഒക്കെ ഉൾപ്പെടുന്ന ഭാഗം. കണ്ണിന്റെ ഏറ്റവും ആന്തര പാളിയാണ് റെറ്റിന അഥവാ ടോണിക് നെർവോസ. ധാരാളം നെർവുകളൊക്കെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഏത്? ടോണിക് നെർവോസ. എടാ, നെർവുകൾ കണ്ണിലുണ്ടോ? ഉണ്ട്. കണ്ണിൽ കാണുന്ന ആ നെർവിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എന്തു പറയും മക്കളെ? ബൈപോളാർ നാഡീകോശം. ഏതാണ്? ബൈപോളാർ നാഡീകോശം. അല്ലെ? ഞാൻ നിങ്ങളോട് ആദ്യമേ തുടക്കത്തിന്റെ ക്ലാസ് തുടങ്ങിയപ്പോഴേ ആദ്യമേ പറഞ്ഞു, എന്താ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല അവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ബൈപോളാർ നാഡീകോശം കാണപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ കണ്ണ്, തലച്ചോറെന്ന് കൊടുക്കും. ഭൂരിഭാഗം ആൾക്കാർ നാഡീകോശം, തലച്ചോർ. തെറ്റി. ഏതാ? ബൈപോളാർ നാഡീകോശം കാണുന്നത് എവിടെയാണ്? കണ്ണിലെ റെറ്റിനയിലാണ്. കണ്ണിലെ റെറ്റിനയിലാണ്. ക്ലിയർ ആണോ? അപ്പൊ കണ്ണിന്റെ കണ്ടല്ലോ, ആ ഒരു വ്യത്യാസം കണ്ടല്ലോ. കേട്ടപ്പോ ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഇങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ പോകുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ കണ്ണ് എത്ര പാളിയുണ്ട്? ടോണിക് ഫൈബ്രോസ, ടോണിക് വാസ്കുലോസ, ടോണിക് നെർവോസ. അപ്പം ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ക്ലാസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഈ വരാൻ പോകുന്ന പരീക്ഷയുടെ നിലവാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതില് നല്ലൊരു സ്ട്രാറ്റജി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ, മറ്റു കാര്യങ്ങൾ, ടോപ്പിക് ആധികാരികമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പുകളിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാവരും അത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.